പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും, ഇന്ന് 2024 നവംബർ മാസം 13-ാം തീയതി. ഇന്നിവിടെ ഫാത്തിമ മാതാവിൻ്റെ ദിവസവും കൂടിയാണ്. മതബോധന പഠനക്കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1019-ാമത്തെ എപ്പിസോഡാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അഭിഷേകം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കാൻ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ദാഹിക്കണം. കർത്താവ് തന്നെ നമുക്ക് നൽകുന്ന അഭിഷേകത്തിൽ നിന്നും നമ്മൾ ശക്തിയുള്ളവരാകണം. പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ, അതെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഞാൻ എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ കണ്ട ഒരു സ്വപ്നം എങ്ങനെയാണ്, ഒരു വലിയ ധ്യാനത്തിൽ വിശുദ്ധ കുർബാനയുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂക്കൾ നിറഞ്ഞ ഒരു കൊട്ടയിലേക്ക് വൈദികൻ ആ ഈശോയെ, അതായത് ദിവ്യകാരുണ്യ ഈശോയെ മോൺസ്റ്റൻസിൽ നിന്ന് എടുത്തിട്ട് ഈ പൂക്കൾ നിറഞ്ഞ കൊട്ടയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവരോരോരുത്തരും ആ പൂക്കളുടെ ഇടയിൽ ഉള്ള ഈശോയെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ചുംബിച്ച് മറ്റൊരാൾക്ക് കൈമാറുന്നു. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കാണുകയായിരുന്നു. ഈ സ്വപ്നം പൂർത്തിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എങ്ങനെ പൂർത്തിയാകണം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇന്നലെ മറ്റൊരു സ്വപ്നം കൂടി കിട്ടി, അതിപ്പോൾ ഞാൻ പറയണില്ല. അപ്പോൾ അങ്ങനെ പ്രവചനങ്ങളും പോലെ തന്നെ സ്വപ്നങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വപ്നം കണ്ടാലല്ലേ അത് പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ പ്രവചനങ്ങളും സ്വപ്നങ്ങളും പൂർത്തിയാകണം. വരുവിൻ, എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഐക്യപ്പെടുത്തുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് പ്രവചനത്തിലൂടെ കൂടുതൽ ശക്തമായ അഭിഷേകം തരണമേ. ഹലബല 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 ശക്കല്ല ബറക്കീല ശക്കല്ല ബറക്കീല ലബിയ 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 ശരമക്കൂര. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വീണ്ടും അത്യഗ്രാഹ്യമായ അഭിഷേകവും വിശ്വാസവും നിങ്ങൾക്ക് പകരുന്നു. നിങ്ങളിൽ പലരുടെയും ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ പുത്തൻ മുകുളങ്ങൾ ഞാനിതാ മുളപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ പുത്തൻ മുകുളങ്ങൾ, പുതിയ രഹസ്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് പകരുന്നു. ഞാൻ രക്ഷാകരമായ രഹസ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് ഞാൻ തുറക്കുന്നു. എൻ്റെ രഹസ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എൻ്റെ രഹസ്യങ്ങൾക്കായി നിങ്ങൾ ദാഹിക്കുവിൻ. ദൈവശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയാൻ സാധിക്കാത്ത വിസ്മയനീയമായ രഹസ്യങ്ങൾ സാധാരണക്കാരായ നിങ്ങൾക്ക് ഞാൻ തുറന്നു തരുന്നു. വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അറിയാൻ സാധിക്കാത്ത വിസ്മയനീയമായ രഹസ്യങ്ങൾ
ഞാൻ ആട്ടിടയന്മാർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ആട്ടിടയന്മാരെ പോലെയുള്ള സാധാരണ ആളുകൾക്കാണ് ഞാൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. ഇതാ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ദാരിദ്ര്യത്തിലും നിങ്ങളുടെ ജീവിത ശൈലിയിലും സാധാരണക്കാരാകുവിൻ. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു തൊഴുത്തിൽ ആണ് ഞാൻ ജനിച്ചത്. അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ബന്ധം ഞാനുമായിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എത്രത്തോളം ദരിദ്രനാകാൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ദൈവാനുഭവവും വളരും എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ദരിദ്രരാകുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ കൃപയും എൻ്റെ ദൈവാശ്രയവും ശക്തി പകരും. അതിനാൽ എൻ്റെ ജനമേ, ഈ ക്രിസ്മസ് ദിനങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആഡംബരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് കരുത്ത് പകരാൻ തക്ക രീതിയിലുള്ള ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിലേക്കും വരുവിൻ. രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകരുന്നു. രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ. ഇതാ തുടർന്ന് ശാന്തി. മർക്കോസ് 16:20 പറഞ്ഞിരിക്കുന്ന പോലെ അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. എന്നാൽ കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അടയാളങ്ങളിലൂടെ അവരുടെ പ്രബോധനത്തെ സ്ഥിരീകരിച്ചു. അപ്പോൾ ആദ്യം വരുന്ന സന്ദേശം ശക്തമായ നടുവേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. അതുപോലെ രണ്ടാമത് ശക്തമായ വയറുവേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു. ഇനി നടുവെട്ടിയ അവസ്ഥയിൽ നിന്ന് സുഖപ്പെടുത്തുന്നു നാലാമത് കഠിനമായ. ഇതൊക്കെ ഈ സന്ദേശങ്ങൾ വരുന്നത് വോയിസ് ആയിട്ടാണ്, ശബ്ദമായിട്ടാണ്. ഇപ്പം ആദ്യം ഇത്ര വന്നിട്ടുള്ളൂ. കഠിനമായ പല്ലുവേദന ഉണ്ടോ? ഇതാണ് സന്ദേശങ്ങളുടെ ഒരു വരവ്. ഇതെൻ്റെ ബുദ്ധിയിലോ ബോധ്യത്തിലോ വരുന്നതല്ല. പരിശുദ്ധാത്മാവ് പറയുകയാണ്. കഠിനമായ പല്ലുവേദന സുഖപ്പെടുത്തുന്നു. അപ്പോൾ 4 സൗഖ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സൗഖ്യം ഇപ്പം യേശുദാസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ വായിപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടുവേദനയുടെ തന്നെ. ഞാൻ യേശുദാസ് അബുദാബിയിൽ നിന്ന് 1018 എപ്പിസോഡിലെ ഇന്നത്തെ സൗഖ്യത്തിൻ്റെ 3ാമത്തെ സൗഖ്യം. നടുവെട്ടിയതുപോലെ തോന്നുന്ന ഒരാൾക്ക് സൗഖ്യം കൊടുത്തതായി കർത്താവ് പറയുന്നതുണ്ടെങ്കിൽ അത് ആ സമയത്ത് നടുവെട്ടിയതായിട്ട് 3-4 ദിവസമായിട്ട് ഞാൻ വലിയ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് ആ സൗഖ്യം പറഞ്ഞപ്പോൾ, അത് എൻ്റെ സൗഖ്യമായി ഞാൻ സ്വീകരിച്ചപ്പോൾ, ആ സമയത്ത് എന്നിലേക്കൊരു സൗഖ്യം കടന്നു വരുന്നതായി എനിക്ക് തോന്നി. ആ റൈറ്റ് സൈഡൊക്കെ എനിക്ക് നല്ലൊരു വേദനയായിരുന്നു. അതൊക്കെ മാറി. അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോഴും ഞാൻ അവിശ്വസിക്കാതെ ഇപ്പോഴും പ്രത്യാശകളോട് വിശ്വസിച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണ സൗഖ്യം കിട്ടി എന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പോഴെനിക്ക് നല്ല ഒരു ആശ്വാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. കർത്താവ് യേശു നമ്മെ ഓരോരുത്തരെയും അറിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ബ്രദറിലൂടെ അനവധി മക്കൾക്ക് കർത്താവ് നൽകുന്ന വലിയ സൗഖ്യത്തെ
ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരികമായി മാനസികമായി എല്ലാം സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ഒത്തിരി മക്കൾക്ക് ഇനിയും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി നന്ദിയില്ല ബ്രദറെ. താങ്ക് യു യേശുദാസ്, താങ്ക് യു. അതോടൊപ്പം അന്നത്തെ ആ പ്രവചനത്തിൻ്റെ സാരാംശത്തെ കൂടി ഉൾപ്പെടുത്തണം. നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവർ ആ പ്രവചനത്തിൽ എന്താണ് നമ്മൾ ഏറ്റവും സ്പർശിച്ചത്, അതിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് സൗഖ്യം. അത് സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, എന്നാൽ അതൊന്നും കൂടി പറയുമ്പോൾ കുറച്ചുകൂടി സന്തോഷമായിരിക്കും. പക്ഷെ ഇന്നും നടുവെട്ടിയ ആളുകൾ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇതുപോലെ ഇന്നലത്തെ ആ പ്രവചനത്തിൻ്റെ ആ സന്ദേശം, ആ സൗഖ്യം, അത് ഞാനും അനുഭവിച്ചതാണ്. ആ സൗഖ്യം അനുഭവിക്കുന്നത് ഒരു വലിയ ആനന്ദമാണ്, ഒരു സ്പർശനമാണ്. കർത്താവ് നമ്മളെ സ്പർശിക്കുന്നതും ആ വേദന മാറിയിട്ട് ഒരു വളരെ നല്ല ഒരു സുഖം, ശരിക്കും സുഖം നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഒരനുഭവം, അതൊന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് ഈശോയുടെ സ്പർശനം. ഈശോ നമ്മളെ അറിയുന്നു, ഈശോ നമ്മളെ അംഗീകരിക്കുന്നു, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമ്മളുടെ ആത്മാവിലേക്ക് പകരുകയാണ്. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. ക്ലാസ് മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം 1151 സൈഡ് നമ്പർ നമ്മൾ എടുത്തില്ല. അപ്പോൾ 1151 ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ. അത് നമുക്കൊന്നുകൂടി വായിക്കാം. ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ. കർത്താവായ യേശു തൻ്റെ പ്രസംഗത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ അറിയിക്കുവാൻ, കണ്ടോ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. പലപ്പോഴും സൃഷ്ടിയുടെ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വെതക്കാരൻ്റെ ഉപമയാണ് പ്രധാനമായിട്ട്. ആ വെതക്കാരൻ, ഉപമ, ആ വിത്ത്, ഇതൊക്കെ ഈശോ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, അതെന്താ മോചനം പ്രാപിക്കാതിരിക്കണം എന്നുള്ളത്? എല്ലാവരും മോചനം പ്രാപിക്കാൻ വേണ്ടിയല്ലേ കർത്താവ് വന്നത്? അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ രഹസ്യത്തിൻ്റെ അകത്തുള്ള രഹസ്യമാണത്. രഹസ്യത്തിൻ്റെ അകത്തെ രഹസ്യം എന്താ? മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനെന്ന് പറഞ്ഞത്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് കേട്ടിട്ടുള്ളവർക്ക് ഇത് കേൾക്കാൻ കൂടുതൽ മാധുര്യമാണെന്ന് എനിക്കറിയാം. ഞാനും ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഒരിക്കലും എനിക്കൊരു ആവർത്തന വിരസത വരുന്നില്ല. കാരണം ഇത് വലിയ ഒരു രഹസ്യമാണത്. രഹസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യമാണ്. അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഉപമകളിലൂടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈശോയിലൂടെയുള്ള പാപമോചനം അവർ പ്രാപിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ അവിടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം പറഞ്ഞു. ആ സൂത്രം ഇതാണ്: ഇപ്പോൾ എന്ന് അവിടെ ചേർക്കുക. അവർ ഇപ്പോൾ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിന്, അവർ ഇപ്പോൾ അതറിയാതിരിക്കേണ്ടതിന്. അതിപ്പോൾ അവരതറിഞ്ഞാൽ അവരെല്ലാവരും കൂടി ഇപ്പോൾ, അതായത് ഈശോയുടെ പരസ്യ ജീവിത സമയത്ത് ഈശോയുടെ അടുത്തേക്ക് മോചനത്തിനായിട്ട് വന്നാൽ ഈശോയ്ക്ക് മോചനം കൊടുക്കാൻ സാധിക്കില്ല. കാരണം പാപമോചനം ഈശോയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നത് ഈശോയുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെയല്ല, ഈശോ തന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്നതിലൂടെയാണ്. ഇവിടെയാണ് ആ ബലിയർപ്പണത്തിൻ്റെ മുഴുവൻ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത്.
ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ആ ബലിയർപ്പണത്തിൽ നമ്മളെല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ പാപം കാണുമ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് നമ്മൾ പുച്ഛിച്ച് സംസാരിക്കാതെ, മറ്റുള്ളവരെ തരം താഴ്ത്തി ചിന്തിക്കാതെ, അവരുടെയും പാപം ഈശോ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് ആ പാപമോചനം അവർക്ക് അനുഭവിക്കുന്നത് നമ്മൾ നേരിട്ട് കാണാം. അവർ പാപമോചനം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈശോ തന്നെ സ്വീകരിച്ച അടയാളങ്ങളാണ്. യെശയ്യായിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. എന്നാൽ അത് ഈശോ തന്നെ സ്വീകരിച്ചുകൊണ്ട് പരസ്യ ജീവിതത്തിൽ ഈശോ പ്രാവർത്തികമാക്കുകയാണ്. ഉപമകളിലൂടെയും പ്രകൃതിയുടെ സൃഷ്ടിയുടെ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു. തുടർന്ന് അവിടുന്ന് ഭൗതികമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായ പ്രവൃത്തികൾ കൊണ്ട് രോഗശാന്തികൾ നൽകുകയും തൻ്റെ പ്രഘോഷണത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രതീകാത്മകമായതും ഭൗതികമായതും. മണ്ണിൽ തുപ്പി ചെളിയുണ്ടാക്കി ചെളി കണ്ണിൽ പുരട്ടി അന്ധന് കാഴ്ച നൽകുന്നു. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകതയുടെ രഹസ്യം മനസ്സിലാക്കണം. ഇതൊക്കെ രഹസ്യങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യമാണ്. എന്താണ് അവിടുത്തെ രഹസ്യം? മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവന് മണ്ണിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആ മണ്ണിൻ്റെ സ്വഭാവത്തിൽ നിന്നും അവനെ രക്ഷിക്കാനാണ് വിണ്ണിൽ നിന്ന് വന്ന ഈശോ. ഈശോയിൽ മണ്ണിൻ്റെ അവസ്ഥയില്ല. എന്നാൽ അങ്ങനെ ആ ഈശോയുടെ തുപ്പൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ പ്രതീകമാണ്. ആ ദൈവപുത്രൻ്റെ നാവിൽ നിന്ന് വരുന്ന ആ തുപ്പൽ മണ്ണുമായിട്ട് ലയിപ്പിച്ച് അതിനെ വിശദീകരിച്ച് അത് കണ്ണിൽ തേച്ചപ്പോൾ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളുടെ രഹസ്യം നമ്മൾ അതിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിച്ച് കാണില്ല. കണ്ണുപൊട്ടന് സൗഖ്യം കൊടുത്തു, മണ്ണിൽ നിന്ന് ചെളിയുണ്ടാക്കി കൊടുത്തു, അങ്ങനെ അത് വായിച്ച് പോയാൽ പോരാ. ആ മണ്ണും തുപ്പലും അത് രണ്ടും ചേർന്നതിലൂടെ കർത്താവ് ഒരു കൗതാശികമായ സൗഖ്യത്തിൻ്റെ ഒരടയാളം അവിടെ ഉണ്ടാക്കുകയാണ്, ഒരു കൗതാശികത. അപ്പോൾ ഇതെല്ലാം ഈ കൗതാശിക ജീവിതം ഇതെല്ലാം വിശുദ്ധ കുർബാനയിലും ലിറ്റർജിയിലെ കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. മണ്ണിൽ തുപ്പലും പകരം ഇപ്പോൾ നമ്മൾ ഈ ബലിയർപ്പണ സമയത്ത് വീഞ്ഞും ആ വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുന്നു, അങ്ങനെ അത് തമ്മിൽ മിശ്രിതമാക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? അങ്ങയുടെ ദൈവീകതയിൽ ഞങ്ങളുടെ മാനുഷികതയെ പങ്കാളിയാക്കുന്നു. അതുതന്നെയാണ് ആ മാനുഷികതയുടെ അടയാളമാണ് മണ്ണ്, ദൈവീകതയുടെ അടയാളമാണ് തുപ്പൽ. ഇത് രണ്ടിനെയും ഒന്നിപ്പിച്ചപ്പോൾ മാനുഷികതയെല്ലാം ദൈവീകതയായി മാറുന്നു. ജന്മനാ അന്ധനായിരുന്ന അവൻ്റെ മാനുഷികത കർത്താവ് ഇതാ ദൈവീകരിച്ചു. അവന് കണ്ണ് തുറക്കുന്നു, മറ്റൊരാളുടെ കാത് തുറക്കുന്നു, മറ്റൊരാളുടെ നാവ് തുറക്കുന്നു. 3 തുറക്കൽ: കണ്ണ് തുറക്കൽ, കാത് തുറക്കൽ, ശബ്ദം തുറക്കൽ. ഈ 3 തുറക്കൽ. അപ്പോൾ ഇതെല്ലാം ഈ രക്ഷാകര അനുഭവത്തിന് ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യമായ രഹസ്യങ്ങളുടെ രഹസ്യങ്ങളാണ്, രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ. ഇനി തുടർന്ന് പഴയ ഉടമ്പടിയിലെ സംഭവങ്ങൾക്കും അടയാളങ്ങൾക്കും സർവോപരി പുറപ്പാടിനും പെസഹായ്ക്കും അവിടുന്ന് പുതിയ അർത്ഥം കൊടുക്കുന്നു. സർവോപരി പുറപ്പാടിനും പെസഹായ്ക്കും. പഴയ നിയമത്തിലെ പുറപ്പാടും പെസഹായും വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ ഈശോയുടെ പീഡാനുഭവം,
മരണവും ഉയർപ്പുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് കുഞ്ഞാടിൻ്റെ രക്തവും പുളിപ്പില്ലാത്ത അപ്പവും. പുളിപ്പില്ലാത്ത അപ്പത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ പറയുന്നില്ല അത്. എന്നിരുന്നാലും ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ അടയാളത്തിൻ്റെ പ്രസക്തി, രക്ഷയുടെ അർജൻസി, ഉടനെ നിങ്ങൾ ഇവിടുന്ന് പോകണം. നിങ്ങളിവിടെ പുളിപ്പിച്ച അപ്പമൊക്കെ ഉണ്ടാക്കി നല്ല രുചികരമായിട്ടുണ്ടാക്കിയിരുന്നാൽ ഫറവോയുടെ മനസ്സ് മാറും. അതുകൊണ്ട് ഒരു രുചിയുമില്ലാതെ പുളിപ്പില്ലാത്ത അപ്പം 15 മിനിറ്റ് കൊണ്ടുണ്ടാക്കി വേഗം ഇവിടുന്ന് നടന്ന് നീക്കോ, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ് പുറപ്പാടും പെസഹായും. കുഞ്ഞാടിൻ്റെ രക്തം വലിയ അടയാളമാണ്, കുഞ്ഞാടിൻ്റെ രക്തം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ കുഞ്ഞാടിൻ്റെ രക്തം കട്ടളപ്പടികളിൽ പൂശിയപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടത്? സംഹാരദൂതൻ അവരുടെ ഭവനത്തിൽ പ്രവേശിച്ചില്ല. കാരണം സംഹാരദൂതൻ അവരുടെ ഭവനത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ അതിലെത്രയധികമായി നിഷ്കളങ്കമായ ദൈവപുത്രൻ തന്നെയായ ഈശോ മിശിഹാ തന്നെയായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രകുത്തപ്പെട്ട നമ്മളുടെ ആത്മാവിലേക്ക് ഏത് സംഹാരദൂതൻ പ്രവേശിക്കും? ഹല്ലേലൂയ! നമ്മൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോഴും നമ്മളിലുള്ള തിന്മയെയും നമ്മളിലുള്ള പാപത്തെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും ആണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പാപത്തെയും അതിനെ ഉന്മൂലനം ചെയ്യുന്ന കൃപയെയും ആ കുഞ്ഞാടിൻ്റെ രക്തത്തെയും നമ്മൾ ഒന്ന് വിശ്വസിച്ചേ. ആ രഹസ്യങ്ങളുടെ രഹസ്യം, ഇസ്രായേൽ കുഞ്ഞാടിൻ്റെ രക്തം പൂശിയപ്പോൾ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. എങ്ങനെയാണ് ആ കുഞ്ഞാടിൻ്റെ രക്തത്തിനവിടെ വാലിഡിറ്റി വരുന്നത്? ഈശോ മിശിഹായാകുന്ന ദിവ്യ കുഞ്ഞാട് ഒരിക്കൽ തന്നെ തന്നെ അർപ്പിച്ച് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി അടയാളമായി മാറും. അതുകൊണ്ടാണ് ആ സംഭവം നടക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പാണത് നടന്നത്. എന്നാൽ ആ സംഭവം നടന്നു കഴിഞ്ഞ 2000 വർഷം കഴിഞ്ഞ നമുക്ക് ഈ ഇസ്രായേൽ ജനത്തിന് കിട്ടിയ വിമോചനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ആന്തരികമായ ഒരു വിമോചനം കിട്ടുകയില്ലേ? ഇല്ലേ? അതാണ് രഹസ്യങ്ങളുടെ രഹസ്യം. ദൈവമേ, വിശ്വസിക്കുന്നു. നമ്മളിപ്പോഴും മനുഷ്യരുടെ പാപത്തിലേക്കും അവരുടെ കുറവുകളിലേക്കും നോക്കി അവരെ വിധിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രഹസ്യങ്ങളുടെ രഹസ്യം മനസ്സിലാവില്ല. നമ്മൾ ഫരിസേയരെ പോലെ ആയിരിക്കും. അപ്പോൾ ഇനി അവസാന വാക്കിതാണ്, എന്തെന്നാൽ അവിടുന്ന് തന്നെയാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം. അതിൻ്റെ റെഫറൻസിൽ എഴുതിയിരിക്കുന്നത് ലൂക്ക 9:31. ലൂക്ക 9:31. മോശയും ഏലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരോ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. കണ്ടോ? അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മോശ മലമുകളിൽ വെച്ച് മേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണത്.
അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവൻ അവരോട് പറഞ്ഞില്ല. കണ്ടോ, ആ ദിവസങ്ങളിൽ പറഞ്ഞില്ല, പിന്നീട് പറഞ്ഞു. നമ്മളിപ്പോൾ കേട്ടത് ഇതാണ് 1151 എന്നാൽ അവിടെ നിന്ന് തന്നെയാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം. അതായത് ഈശോ തന്നെയാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം. അതൊന്ന് ചിന്തിച്ചേ. അതായത് സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് താബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണം. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു, ആ മനുഷ്യൻ രൂപാന്തരീകരിച്ച് അന്ത്യദിനത്തിൽ വരാൻ പോകുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെയാണ് ആ മനുഷ്യൻ എന്ന് വെളിപ്പെടുത്തി. ദൈവവും മനുഷ്യനുമാണ്. അപ്പോൾ ദൈവം തന്നെയാണെങ്കിലും അതോടൊപ്പം മനുഷ്യനും തന്നെയാണ്. ആ മനുഷ്യൻ രൂപാന്തരീകരിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ആ മഹത്വം അന്ത്യദിനത്തിൽ വീണ്ടും വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നതിൻ്റെ ഒരടയാളമാണത്. വരുവിൻ, നമുക്കിനി 1335 പോകാം. 1335 ജനക്കൂട്ടത്തെ തീറ്റിപ്പോറ്റുന്നതിനായി കർത്താവ് അപ്പം ആശീർവദിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർ വഴി വിതരണം ചെയ്തപ്പോൾ നടന്ന അത്ഭുതങ്ങൾ തൻ്റെ ദിവ്യകാരുണ്യമാകുന്ന ഏക അപ്പത്തിൻ്റെ പരമമായ സമൃദ്ധിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ അടയാളം യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ മണിക്കൂറിനെ പ്രഖ്യാപിക്കുന്നു. പിതാവിൻ്റെ രാജ്യത്തിലുള്ള വിവാഹ വിരുന്നിൻ്റെ പൂർത്തീകരണം അത് പ്രകടമാക്കുന്നു. അവിടെ ക്രിസ്തുവിൻ്റെ രക്തമായി തീർന്ന പുതിയ വീഞ്ഞ് വിശ്വാസികൾ കുടിക്കും. നമ്മൾ പല പ്രാവശ്യം നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈശോ 3 അപ്പം ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർ വഴി വിതരണം ചെയ്തപ്പോൾ നടന്ന അത്ഭുതങ്ങൾ, അവരുടെ കയ്യിലിരുന്ന് അപ്പം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അത് അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന എല്ലാവർക്കും ഒരപ്പത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷിക്കുന്ന അതേ അവസ്ഥ ഇപ്പോൾ നടക്കുന്നതിൻ്റെ മുന്നോടിയായിരുന്നു. ഏക അപ്പത്തിൻ്റെ പരമമായ സമൃദ്ധിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ അടയാളം യേശുവിൻ്റെ മഹത്വീകരണത്തിൻ്റെ മണിക്കൂറിനെ പ്രഖ്യാപിക്കുന്നു. എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈശോ അത് ചെയ്യുകയാണ്. അതായത് ആ സമയം എന്ന് പറയുന്നത് ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ വലിയ അടയാളമാണത്. അതും രഹസ്യങ്ങളുടെ രഹസ്യമാണ്. നമ്മളിപ്പോഴും കാനായിലെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളുടെ വിസ കിട്ടാനും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും എല്ലാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവിടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈശോ ചെയ്ത ആ വലിയ രഹസ്യം മനുഷ്യ മക്കളുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സകലത്തെയും നവീകരിക്കും. വെള്ളം എന്ന സൃഷ്ടിയെ
അതിൻ്റെ സത്ത ട്രാൻസബ്സ്റ്റാൻസിയേഷൻ നടത്തി അതിൻ്റെ സത്ത തന്നെ മാറ്റി വീഞ്ഞാക്കിയ പോലെ മനുഷ്യ വംശത്തെ മുഴുവനും ഞാൻ ഒരു പുതിയ മനുഷ്യവംശമായി മാറ്റും. ആ മഹത്വീകരിക്കലിൻ്റെ ആരംഭമാണത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തുടർന്ന് പിതാവിൻ്റെ രാജ്യത്തിലേക്കുള്ള വിവാഹ വിരുന്നിൻ്റെ പൂർത്തീകരണം അത് പ്രകടമാക്കുന്നു. ഒരു വിവാഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ചെയ്തതിലൂടെ, വിവാഹ വിരുന്ന് എന്ന് പറയുന്നത് പിതാവിൻ്റെ രാജ്യത്തിലേക്കുള്ള ഈശോയുടെ വീണ്ടും വരവിനെ വിവാഹ വിരുന്നായിട്ടും കൂടിയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വിവാഹ വിരുന്ന് ഈശോ മണവാളൻ, സഭയാകുന്ന മണവാട്ടി, അങ്ങനെ മണവാളനും മണവാട്ടിയും ഒന്നാകുന്നു. അവിടെ ക്രിസ്തുവിൻ്റെ രക്തമായി തീർന്ന പുതിയ വീഞ്ഞ് വിശ്വാസികൾ കുടിക്കും. ക്രിസ്തുവിൻ്റെ രക്തമായി തീർന്ന പുതുവീഞ്ഞ് ക്രിസ്ത്യാനികൾ കുടിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ.